കോഴിക്കോട് ബീച്ചിലെ കടകളും സ്റ്റാളുകളും ഒരിടത്ത് ക്രമീകരിക്കുന്ന കോർപ്പറേഷൻ പദ്ധതിയായ ഫുഡ് സ്ട്രീറ്റിനെതിരെ ആരോപണവുമായി കച്ചവടക്കാർ. കടകളുടെ നിർമ്മാണത്തിൽ പക്ഷാപാതപരമായ നടപടിയാണ് കോർപ്പറേഷൻ സ്വീകരിച്ചതെന്നാണ് ആരോപണം. കോഴിക്കോട് ബീച്ചിൽ പലയിടങ്ങളിലായി പ്രവർത്തിക്കുന്ന കടകളെ ഒരു ഭാഗത്ത് ക്രമീകരിക്കുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ബീച്ചിലെത്തുന്നവർക്ക് അലോസരങ്ങളില്ലാതെ തീരത്തുകൂടെ നടക്കാം. കടകളിലേക്കുള്ള ആളുകൾ മാത്രമേ ഇവിടങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. സ്റ്റീൽ നിർമ്മിതമായ ഉന്തുവണ്ടികളിലാണ് പുതിയ കടകൾ. ഓരോ ഇനം കടകൾക്കും ഓരോ രീതിയിലുള്ള രൂപകൽപ്പനയാണ്. നടപ്പാത, വൈദ്യുതി, കുടിവെള്ള സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഈ കടയിലുണ്ടാകും. കച്ചവടക്കാരുടെ പേരിലുള്ള 3 ലക്ഷം രൂപയുടെ വായ്പയിലാണ് കട നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ കച്ചവടക്കാരിൽ നിന്നും ഒരേ തുക ഈടാക്കുമ്പോഴും ചായക്കടക്കാർ ഒഴികെയുള്ളവർക്ക് മതിയായ സൗകര്യങ്ങളില്ലെന്നും ആരോപണമുണ്ട്. പക്ഷഭേദമായാണ് നറുക്കെടുപ്പ് നടത്തിയതെന്നും കച്ചവടക്കാർ പറയുന്നു. അപ്പോൾ ഇവർ നറുക്കെടുത്തിട്ട് ഭൂരിപക്ഷം ഇല്ലാതെ അവർ നറുക്കെടുത്ത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. കാരണം നമ്മൾ 90 കച്ചവടക്കാരുള്ളതിൽ ആകെ 20 പേരും 26 പേരും കണ്ടാണ് അതിൽ പങ്കെടുത്തതെന്നാണ് അറിവ്. ഈ 26 പേര് പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇത് പക്ഷപാതമായിട്ട് തന്നെയാണ്. ആരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ നറുക്കെടുപ്പ് ഇങ്ങനെ നടത്തിയത്. 90 പേരെയും വിളിച്ചിരുത്തിയിട്ട് ബാക്കി എന്ത് പരിപാടി ഉണ്ടെന്ന് നമ്മൾ 90 പേരെയാണ് വിളിച്ചിരുത്താറ്. അല്ലാണ്ട് ഒരു യൂണിയനെ വിളിച്ചിട്ട് ഇതുവരെ കോഴിക്കോട് കോർപ്പറേഷനിലെ പരിപാടികളും നടത്തിയിട്ടില്ല. എന്നാൽ ഇത്തരം കച്ചവടത്തെ അനുകൂലിക്കുന്നവരും കൂട്ടത്തിലുണ്ട്. എല്ലാം കൊണ്ടും നല്ല രീതിയിലാണ്. കാരണം വെള്ളം, കറണ്ട് എല്ലാം കോർപ്പറേഷൻ തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ നല്ലൊരു സംഭവമായിട്ടാണ് വരുന്നത്. അതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും കൂടെ തുല്യ അവകാശമാണ്. ഇവിടെ 90 കച്ചവടക്കാരുണ്ട്. 90 കച്ചവടക്കാരും തുല്യ അവകാശമായിട്ട് പോകുന്നത്. എല്ലാവരും ഒരു സമയത്ത് കോർപ്പറേഷൻ വിളിച്ചിട്ടുണ്ട് നറുക്കെടുക്കാൻ. അപ്പോൾ ചെന്നപാട് വെച്ച് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെയെന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ പറഞ്ഞാൽ അവരെത്തിയിട്ടില്ലായിരുന്നു. എന്നാൽ വന്ന ആൾക്കാർക്ക് നറുക്കെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കുള്ള നറുക്കുകൾ ഭരണിയിലാക്കി വെച്ചിട്ടുണ്ട്. 20 ചായ വണ്ടിക്കുള്ള നറുക്ക്, ഐശ്വര്യത്തിൻ്റെ എല്ലാത്തിനും ഭരണിയിലുണ്ട്. നമ്മൾ പോയി പേര് വിളിക്കുമ്പോൾ അതിന് നറുക്കെടുക്കുന്നു. ബാക്കിയുള്ള ചായ വണ്ടിൻ്റെ 20 നറുക്കും അതിലുണ്ട്. ബീച്ചിൽ 10 വർഷത്തിലധികമായി കച്ചവടം നടത്തിവന്ന 90 കച്ചവടക്കാരെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന കച്ചവടക്കാർക്ക് വലിയ ആശ്വാസമായിരുന്നു ഈ കച്ചവടം. എന്നാൽ അശാസ്ത്രീയമായി സ്ഥാനം നിശ്ചയിച്ചാൽ കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന ആശങ്കയും കച്ചവടക്കാർക്കുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.